ഞാനിപ്പോൾ പാർക്ക് ചെയ്യാൻ പോകുന്ന ഒരു സ്പേസ് നിങ്ങളെ ഒന്ന് കാണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് വണ്ടി റിവേഴ്സ് എടുക്കുവാനായിട്ട് നന്നായിട്ട് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. അതായത് പ്രധാനമായിട്ടും വണ്ടി പഠിക്കുന്ന തുടക്കക്കാർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മളൊരു വണ്ടി റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് നമ്മൾ പതിവ് പോലെ തന്നെ വണ്ടി ഓടിച്ചാണ് അതിനുള്ള ഒരു ഉത്തരം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. ഓക്കെ, അപ്പം നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ പാർക്ക് ചെയ്യാൻ പോകുന്ന ഒരു സ്പേസ് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ മുൻവശമാണ്. ആ രണ്ട് മതിലിനോട് ചേർന്ന് വണ്ടിയുടെ ബാക്ക് കയറ്റി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വണ്ടിയാണ്, സ്കോർപിയോ ആണ്. അപ്പം നമുക്കൊന്ന് പാർക്ക് ചെയ്ത് നോക്കാം. നമ്പർ 1, ഒരു വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എങ്ങോട്ടാണ് വണ്ടി പാർക്ക് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്പേസ് ക്ലിയർ ആയിട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി പുറകോട്ടെടുക്കുവാൻ പാടുള്ളൂ. ചിലപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ വണ്ടിയുടെ പുറകിലുണ്ടെങ്കിൽ, അതായത് നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളുടെ വണ്ടിയുടെ ബാക്ക് തട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോൾ ചില കല്ലുകൾ ഉണ്ടാവാം, 2 വീലർ പാർക്ക് ചെയ്തിട്ടുണ്ടാവാം, അതുപോലെ തന്നെ ചില ആൾക്കാർ വണ്ടിയുടെ പുറകിൽ നിൽപ്പുണ്ടാവാം. ഇതൊന്നും ചിലപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എങ്ങോട്ടാണോ വണ്ടി പാർക്ക് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്പേസ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു വണ്ടി നിങ്ങൾ റിവേഴ്സ് എടുക്കുവാൻ പാടുള്ളൂ. ഞാൻ വണ്ടിയുടെ മുൻവശം, അതായത് നേരെ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യാൻ പോവുകയാണ്. കാരണം വണ്ടി എനിക്കിപ്പോൾ ബാക്കിലേക്കാണ് പാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് വരുന്നു. ടേൺ ചെയ്ത് വന്നതിന് ശേഷം വണ്ടി വീണ്ടും നേരെയാക്കി വണ്ടിയുടെ മുൻവശം കുറച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. മുന്നോട്ട് നീങ്ങി ഞാനിത് വണ്ടി ഇവിടെ നിർത്തുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 2 സൈഡിലുള്ള മതിൽ. നമ്മളിപ്പോൾ അങ്ങോട്ട് വണ്ടിയുടെ ബാക്ക് കയറ്റാൻ പോവുകയാണ്. ഇനി നിങ്ങൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. വണ്ടിയുടെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ നിങ്ങൾ കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ വണ്ടിയുടെ റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡോറിൻ്റെ 2 സൈഡിലുള്ള മിററും ക്ലിയർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ എനിക്ക് ഡോറിൻ്റെ 2 സൈഡിലുള്ള മിററും ക്ലിയർ ആയിട്ട് കാണാം. ഇതിപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലുള്ള ഔട്ടർ റിയർ വ്യൂ മിററാണ്. ഇത് എനിക്ക് ക്ലിയർ ആയിട്ട് വണ്ടിയുടെ ബാക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന മിററും നിങ്ങൾ ക്ലിയർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ വണ്ടിയുടെ ബാക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടിയുടെ ഗിയർ, റിവേഴ്സ് ഗിയർ കൊടുക്കുക. ഇപ്പം ഞാൻ ഓൾറെഡി വണ്ടിയിൽ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്, ക്ലച്ചും ഫുള്ള് ചവിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വണ്ടിയുടെ ഗിയർ ഞാൻ റിവേഴ്സ് കൊടുക്കുവാൻ പോവുകയാണ്. റിവേഴ്സ് ഗിയർ കൊടുത്തു. ഇനി നമുക്ക് വണ്ടി ബാക്കിലേക്ക് എടുക്കാം. നമ്പർ 2, അതായത് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുവാനായിട്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങളുടെ വണ്ടിയുടെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ, അതുപോലെ തന്നെ ഡോറിൻ്റെ 2 സൈഡിലും വരുന്ന ഔട്ടർ റിയർ വ്യൂ മിററും നിങ്ങൾ കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. ബാക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ വണ്ടി പുറകോട്ടെടുക്കുവാൻ പാടുള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുവാൻ പോകുന്നത്. നമ്പർ 3, മൂവ് സ്ലോലി. നിങ്ങൾ നിങ്ങളുടെ വണ്ടി റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ മാക്സിമം സ്ലോ ആയിട്ട് നിങ്ങളുടെ വണ്ടി ബാക്കിലേക്ക് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. വണ്ടി പഠിക്കുന്ന തുടക്കക്കാർക്കുള്ളൊരു പ്രശ്നമാണ് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കുക, അതോടൊപ്പം തന്നെ ആക്സിലേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക. ഇങ്ങനെ എടുത്താൽ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ വണ്ടി ഓഫായി പോകും, ഇല്ലെങ്കിൽ വണ്ടിയുടെ വേഗത കൂടുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ മാക്സിമം സ്ലോ ആയിട്ട് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്ലച്ചിൻ്റെ ഒരു കൺട്രോളിങ്, ആക്സിലറേറ്ററിൻ്റെ ഒരു കൺട്രോളിങ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ വണ്ടി സ്ലോ ആയിട്ട് തന്നെ എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, സ്റ്റിയറിംഗ്, കൺട്രോളിങ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരേ സമയത്ത് നല്ല രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വണ്ടി റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം സ്ലോയിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുകയും
അതിനോടൊപ്പം ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വേണം നിങ്ങളൊരു വണ്ടി റിവേഴ്സ് എടുക്കുവാനായിട്ട്. ഓക്കെ, ഇപ്പം ഞാൻ ക്ലച്ചിൽ നിന്ന് മെല്ലെ അയച്ചു. വണ്ടി ചെറുതായിട്ട് റൺ ആകുന്നുണ്ട്, ചെറുതായിട്ട് ആക്സിലറേറ്ററും കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും വണ്ടി ബാക്കിലേക്ക് റൺ ആകുന്നുണ്ട്. ഇനി എനിക്ക് ഈ വണ്ടിയുടെ ബാക്ക് പാർക്ക് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ആ മതിലിനോട് അടുത്ത് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഏകദേശം നേരെ എത്തിയതിന് ശേഷം ഞാൻ ആ വണ്ടി ചവിട്ടി നിർത്തുന്നു. ഇപ്പോൾ ഏകദേശം ആ മതിലിനോട് അടുത്താണ് എൻ്റെ വണ്ടിയുടെ ബാക്ക് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് റൈറ്റ് സൈഡിലേക്കാണ് വണ്ടി ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുന്നു. ഇനി നിങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡാണ് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നിങ്ങൾ തിരിച്ച് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ടേൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ടേൺ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ സ്റ്റിയറിംഗ് മൊത്തത്തിൽ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ കൺട്രോളിംഗ് ആണ്. ഇപ്പം ഞാൻ മാക്സിമം സ്ലോയിലാണ് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി ബാക്കിലേക്ക് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ വണ്ടിയുടെ ബാക്ക് റൈറ്റ് സൈഡിലേക്ക് റിവേഴ്സ് കയറുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൻ്റെ ഡോറിൽ വരുന്ന റിയർ വ്യൂ മിററിലൂടെ നമ്മൾ വണ്ടിയുടെ ബാക്ക് നോക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആ മതിൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇപ്പോൾ ആ മതിലും കഴിഞ്ഞ് വണ്ടിയുടെ ബാക്ക് റിവേഴ്സ് കയറുകയാണ്. ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ വണ്ടി വീണ്ടും ചവിട്ടി നിർത്തി. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും വണ്ടിയുടെ മുൻവശം ഏകദേശം റോഡിൻ്റെ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിയേക്കുകയാണ്. ക്ലച്ച് ബ്രേക്കിൻ്റെ കൺട്രോളിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും ഞാൻ വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ്. വീണ്ടും ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേറ്റർ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ക്ലച്ചിൽ നിന്ന് മാക്സിമം സ്ലോയിൽ വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ്. ഇപ്പോഴും എൻ്റെ കാല് ക്ലച്ചിലും ആക്സിലറേറ്ററിലുമായിട്ടുണ്ട്. മാക്സിമം സ്ലോയിലാണ് വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നത്. അതിനുശേഷം വണ്ടിയുടെ ബാക്ക് ഏകദേശം ക്ലിയർ ആയി എന്ന് തോന്നിയതിനു ശേഷം സ്റ്റിയറിംഗ് വീണ്ടും തിരിച്ച് നേരെയാക്കി കൊടുക്കുക. ഇനി ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് വണ്ടി കിടക്കുന്ന ഒരു പൊസിഷൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും രണ്ട് മതിലിൻ്റെ ഇടയിലായിട്ട് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ വേണം നിങ്ങളൊരു വണ്ടി റിവേഴ്സ് പാർക്ക് ചെയ്യാൻ. നമ്പർ 4, പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാകുന്നില്ല. എങ്ങോട്ടാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ പല ആൾക്കാർക്കുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതായത് നമ്മൾ വാഹനത്തിൽ കയറിയിരിക്കുന്നു. ഇപ്പോൾ ഈ വാഹനം സ്ട്രെയിറ്റ് ആയിട്ടാണ്, നേരെയാണ് കിടക്കുന്നത്. എനിക്ക് ഈ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക. നിങ്ങളുടെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ മൊത്തത്തിൽ ടേൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കുന്ന അവസരങ്ങളിൽ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയും വണ്ടിയുടെ മുൻവശം കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വണ്ടി ഒരു റാ ഷേപ്പിൽ റിവേഴ്സിലേക്ക് കയറുന്നത്. ഇത്രയേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലേക്കാണ് നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. കൃത്യമായിട്ട് റിവേഴ്സ് ഗിയർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് മാക്സിമം സ്ലോ ആയിട്ട് കാലയച്ച് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി ബാക്ക് എടുക്കുക. ഇനി നിങ്ങളുടെ വണ്ടി റൈറ്റ് സൈഡിലേക്കാണ് നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വണ്ടിയുടെ ബാക്ക് നമ്മൾ എടുക്കുന്ന അവസരങ്ങളിൽ വണ്ടിയുടെ ബാക്ക് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നു. വണ്ടിയുടെ മുൻവശം കുറച്ച് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ മാറിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരു റിവേഴ്സ് പാർക്ക് ചെയ്യുന്ന അവസരങ്ങളിൽ അത് നന്നായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്രൗണ്ടിലിട്ട് നിങ്ങൾ വണ്ടി റിവേഴ്സ് എടുത്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്ററിൻ്റെ കൺട്രോളിങ് നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. ഇതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെറിയ ഇടയിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യുവാൻ പാടുള്ളൂ. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ റിവേഴ്സ് പാർക്ക് ചെയ്ത് തുടക്കക്കാർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് ഒരു വണ്ടി റിവേഴ്സ് പാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. മറക്കാതെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.